ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു പേടയാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പേട തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നന്നായിട്ട് മൂത്തിട്ടുള്ള കുമ്പളങ്ങ കേട്ടോ. ഇള കുമ്പളങ്ങ വെച്ചുണ്ടാക്കിയാൽ പേട ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ നന്നായിട്ട് മൂത്ത് വിളഞ്ഞ കുമ്പളങ്ങ വേണട്ടോ എടുക്കാൻ. ഇതിപ്പോൾ 3.5 കിലോ ഉണ്ട് കേട്ടോ ഈ ഒരു കുമ്പളങ്ങ. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഉണ്ട് നന്നായിട്ട് പൊടിയൊക്കെ വന്നിട്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വിളഞ്ഞ കുമ്പളങ്ങ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കിതിൻ്റെ കുരുവും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയുടെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ പീസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാടങ്ങ് ചെറിയ പീസാക്കി എടുക്കരുത്, അത്യാവശ്യം വലിയ പീസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് തൊലിയും കുരുവൊക്കെ കളഞ്ഞ ശേഷം ഈ ഒരു കുമ്പളങ്ങൻ്റെ തൂക്കം എന്ന് പറയുന്നത് 2.25 കിലോ കുമ്പളങ്ങ കേട്ടോ. പിന്നെ നമ്മൾ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ അടിഭാഗത്തെ തൊലിയുടെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വലിയൊരു പാത്രത്തിൽ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കായിട്ട് വേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂണോളം ചുണ്ണാമ്പ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം, നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ വെള്ളത്തിൽ. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുമ്പളങ്ങയല്ലേ, അതിൽ നിന്ന് ഓരോ പീസുകൾ എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കണം. കുത്തിയെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും കുത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലോട്ടായിട്ട് ഈ കുമ്പളങ്ങ പീസ് വെച്ചിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തിയെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും കണ്ടോ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തിയെടുക്കണം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കുമ്പളങ്ങയും നമുക്ക് ഇതേപോലെ തന്നെ നന്നായിട്ട് കുത്തിയെടുത്തിട്ട് ഈ ചുണ്ണാമ്പ് ലായനിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചുണ്ണാമ്പ് ലായനിയിലേക്ക് ഇട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കുമ്പളങ്ങ ഇങ്ങനെ ചുണ്ണാമ്പ് ലായനിയിൽ ഇട്ട് വെക്കുമ്പോൾ നന്നായിട്ട് ഹാർഡായി വരും കേട്ടോ. പിന്നെ ഇത് ഏകദേശം ഒരു 10 മുതൽ 12 മണിക്കൂറോളം ഈ ഒരു ചുണ്ണാമ്പ് ലായനിയിൽ കിടക്കണം കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുമ്പളങ്ങ എല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതിലേക്ക് വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഓവർനൈറ്റ് വെക്കാം കേട്ടോ. ഇപ്പോൾ കുമ്പളങ്ങ എല്ലാം നമ്മൾ ചുണ്ണാമ്പ് ലായനിയിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 10-15 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുണ്ടാവും കേട്ടോ കുമ്പളങ്ങയുടെ ഓരോ പീസും. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നോർമൽ വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുമ്പളങ്ങ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഇനി നമ്മളിത് വേവിച്ചെടുക്കും. അതുപോലെ തന്നെ ഷുഗർ സിറപ്പിലൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടി ചുങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേവിക്കാനായിട്ട് ഞാൻ ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം നമുക്ക് കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ട് കുമ്പളങ്ങയുടെ കളറൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം 20 മിനിറ്റോളം കേട്ടോ. പിന്നെ കുമ്പളങ്ങ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് വേണം വേവിക്കാൻ. അതിൻ്റെ ഒപ്പം വരുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ചേർത്ത് വേവിക്കാൻ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉടനെ തന്നെ ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള വെള്ളം കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഓട്ടപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. 20 മിനിറ്റ് മുതൽ 25 മിനിറ്റോളം മാത്രമേ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ ഞാനിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രം വേണം കേട്ടോ എടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ പഞ്ചസാര കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതാണ്ട് കപ്പളവിന് പറയുകയാണെങ്കിൽ ഒരു 7 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3-4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് വറ്റിച്ച് കുറുക്കിയെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ. അപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം ഞാൻ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 2.25 കിലോ കുമ്പളങ്ങ എടുത്തപ്പോൾ അതിലേക്കാട്ടോ 1.5 കിലോ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. നമുക്ക് പേടമ്മ നന്നായിട്ട് പഞ്ചസാര കവർ ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് തയ്യാറാക്കേണ്ടതെങ്കിൽ 1.25 കിലോനൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1.5 കിലോ പഞ്ചസാര ചേർത്തിട്ടാണ് പേട തയ്യാറാക്കി എടുക്കുന്നത്. പഞ്ചസാര മെൽറ്റായി വന്ന ശേഷം ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം ഫ്ലേവർ വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട്.
ഇപ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുമ്പളങ്ങയുടെ ഓരോ പീസും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ കുത്തിയെടുത്തിട്ടുള്ള ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഷുഗർ സിറപ്പ് കിടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ സിറപ്പ് നന്നായിട്ട് കയറണം കേട്ടോ. അതിനാണ് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ കേട്ടോ. ഏതാണ്ട് ഒരു നൂൽപ്പാലുവം ആകുന്ന തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജില്ലേ, ആ ഒരു സ്റ്റേജ് ആവുന്നത് വരെ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ ഇത് എന്താണ്ട് കണ്ടോ, ഒരു നൂൽ പരുവത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു ഒട്ടുന്ന പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സിറപ്പിൽ ഇത് ഒരു ദിവസം കിടക്കണം കേട്ടോ. ആ സിറപ്പിൽ കിടന്നിട്ട് ആ സിറപ്പെല്ലാം കുമ്പളങ്ങൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം ഇതിന് ശേഷം കേട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ സിറപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ സിറപ്പ് ഇതിൽ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളിത് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. അതിന് ശേഷം ഇനി ബാക്കിയുള്ള ഈ ഷുഗർ സിറപ്പ് ഫുള്ളായിട്ട് ഡ്രൈ ആയ ശേഷം ഓരോ കുമ്പളങ്ങ പീസിലും അതിങ്ങനെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പഞ്ചസാര ഡ്രൈ ആവുന്നതനുസരിച്ചിട്ട് അതിങ്ങനെ വെള്ള കളറായിട്ട് മാറാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുന്നതിനനുസരിച്ച് ഓരോ പീസിലും ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ എല്ലാ ഇതിലും ഓരോ പീസിലും അത് നന്നായിട്ട് കവർ ചെയ്യുന്നത് വരെ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ പെട്ടെന്ന് ആയി വരും കേട്ടോ. പിന്നെ നമുക്ക് ഈ പേട വേണമെങ്കിൽ ഇഷ്ടമുള്ള കളറ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൽ റെഡോ ഗ്രീനോ ഇഷ്ടമുള്ള കളറ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ലേശം കൂടെ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റോസ് വാട്ടറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കേവര എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഈ ഫുള്ള് ഷുഗർ ഇതിൽ പൊതിഞ്ഞ് ഒന്ന് കവറായി നല്ല വെള്ള കളറാവുന്നത് വരെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഏതാണ്ട് കണ്ടോ ഇത് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഷുഗർ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് കുറച്ചും കൂടി ഇരിക്കുമ്പോൾ ഫുള്ളായിട്ട് പഞ്ചസാര അയിമ കവറായിട്ട് കിട്ടും. ഇത് നമ്മളിനി ഫാൻ്റെ ചോട്ട് വെച്ചിട്ടൊന്നും ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ കയറിയിട്ടും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിത് ഇളയ കുമ്പളങ്ങ വെച്ചിട്ടുണ്ടാക്കിയ ഒരിക്കലും ഇതേപോലെ നമുക്ക് കിട്ടൂല കേട്ടോ. നല്ല വിളഞ്ഞ കുമ്പളങ്ങ തന്നെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. കണ്ടതിൻ്റെ ഉൾഭാഗത്ത് നല്ല ഷുഗർ സിറപ്പൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ നല്ല വിളഞ്ഞ കുമ്പളങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആഗ്ര പേട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേട നമുക്ക് പല വിധത്തിലുള്ള കളറുകൾ ചേർത്ത് പല ഫ്ലേവറിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും.